മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സെഷനിലേക്ക് വരുന്നു. കാരണം മണി മൈൻഡ് സെറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പണം ഡയറക്റ്റ് ഇൻവോൾവ് ആവുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അപൂർവം മേഖലകളിലൊന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഒരു കുറവ് മാത്രം. അതായത് നമ്മുടെ മനസ്സിൻ്റെ കരുത്തില്ലായ്മ എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ മണി മൈൻഡ് സെറ്റ് ആർജിച്ചേ മതിയാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിവ് കഴിവ് എന്നൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. മാർക്കറ്റിൻ്റെ ട്രെൻഡും മൂവ്മെൻറ്റ് പാറ്റേണും മനസ്സിലാക്കുക, എവിടെ വാങ്ങണം വിൽക്കണം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം വരുന്നുള്ളൂ. ഇതിനകത്ത് വരുന്ന നമ്മൾ ഓരോ നിമിഷവും ട്രേഡിങ്ങിനാവട്ടെ ഇൻവെസ്റ്റ്മെൻറ്റിനാവട്ടെ നമ്മൾ എടുക്കുന്ന എൻട്രിക്ക് ശേഷമുള്ള ഒരു എൻട്രി എടുത്തതിന് ശേഷമുള്ള നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ ശേഷിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് മണി മൈൻഡ് സെറ്റ് ആർജിച്ചേ മതിയാവുള്ളൂ. മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ക്ലാസ്സിൽ പല ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം. കാരണം ഇന്നത്തെ ക്ലാസ് മണി മൈൻഡ് സെറ്റ്, അത് കഴിഞ്ഞ് പിന്നെ നാളെ ടെക്നിക്കൽ ലെവലിലേക്ക് കിടക്കുകയാണ്. ടെക്നിക്കൽ ലെവലിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലുള്ളൂ. കാരണം ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ്, ഇപ്പോൾ അത് സ്റ്റോക്ക് ആവട്ടെ ഇൻഡെക്സ് ആവട്ടെ ഏതാണെങ്കിലും ശരി, ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു, എവിടെ വാങ്ങണം എവിടെ വിൽക്കണം എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും കാര്യങ്ങളെ ടെക്നിക്കൽ ലെവലിലും നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ ഇത് പഠിക്കാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്കുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ലേണിംഗ് പ്രോസസ്സ് നമ്മളുടെ പഠനത്തിന് വല്ലാതെ സഹായിക്കും. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് തിരിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ മണി മൈൻഡ് സെറ്റിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്. കാരണം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടും മൈൻഡ് സെറ്റൊക്കെ നോക്കുമ്പോൾ പണം ഉണ്ടാക്കുക അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനേക്കാളുപരി ഒട്ടുമിക്കവരും നമ്മുടെ ക്ലാസ്സിനെ നമ്മുടെ കണ്ടൻറ്റിൽ നമ്മളുടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നവരെയല്ല പറയുന്നത്. അതല്ലാത്തവരെ സംബന്ധിച്ചോളം പണം പ്രൊട്ടക്റ്റ് ചെയ്യുക, നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിട്ട് കാണുന്നത്. അതൊരു പരിധി വരെ ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം നഷ്ടം ലാഭം എന്നൊക്കെ പറഞ്ഞാൽ ഏത് ബിസിനസ്സിൻ്റെയും ഭാഗം തന്നെയാണ്. ലാഭവും നഷ്ടവും ഏത് ബിസിനസ്സിൻ്റെയും ഭാഗമാണ്. ഈ ലാഭത്തിനെ പരമാവധി നമുക്ക് മാക്സിമം യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ലോസ് വരുമ്പോൾ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ സക്സസ് ആവുന്നതിൻ്റെ, ഏത് ഫീൽഡിലാണെങ്കിലും ശരി സക്സസ് ആവുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നഷ്ടത്തിനെ ലിമിറ്റ് ചെയ്യാനും ലാഭത്തിനെ മാക്സിമൈസ് ചെയ്യാനും സാധിക്കുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിലേക്ക് സക്സസ് ആവാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും അത് തന്നെയാണ്. ലാഭനഷ്ടങ്ങൾ ഏത് ബിസിനസ്സിലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും ലാഭനഷ്ടങ്ങളുണ്ട്. ഈ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ കഴിയുന്ന അപൂർവം മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്കറിയാം, ലോസിനെ ലിമിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന അപൂർവം മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന ഉദ്ദേശം പണമുണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നായിരിക്കണം പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്. അതല്ലാതെ പണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എൻ്റെ പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആവരുത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. കാരണം നഷ്ടപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. മണി മേക്കിങ്ങിന് ഏറ്റവും നല്ലത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന മൈൻഡ് സെറ്റോട് കൂടി വരണം. കാരണം അപ്പോൾ ഈ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പണം എന്താണെന്നും ഇതുകൊണ്ടുള്ള ആവശ്യങ്ങൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാന ഘടകങ്ങൾ. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും, ഒട്ടുമിക്ക ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം എന്നുള്ളത്. കാരണം ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ആദ്യം മനസ്സിലാക്കേണ്ടത് മണി മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് പല കാര്യങ്ങളുടെയും അടിസ്ഥാനം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം തന്നെയാണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പണമാണ് നഷ്ടപ്പെടുന്നത്. എന്താണ് പണം? ഇതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നഷ്ടപ്പെടുന്നത് നമുക്കറിയാം. ഈ
പണത്തിനേക്കാൾ എത്രയോ വിലപ്പെട്ട സാധനം നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് സമയം. നമുക്കറിയാം, പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാനോ വീണ്ടും അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ ഒക്കെ സാധിക്കും. പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കൽ പോലും നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, നമുക്കറിയാം. അതുപോലെ പണത്തിനേക്കാൾ മൂല്യമുള്ള പലതും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്തൊരു ഇമോഷൻസ്, അതല്ലെങ്കിൽ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വൈകാരികമായിട്ടുള്ളൊരു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് പണവുമായിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനോടുള്ള നമ്മളുടെ അപ്രോച്ച് അല്ലെങ്കിൽ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം, അത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട്. അതായത് ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് പണം ഉണ്ടെങ്കിലും ജീവിക്കാം, ഇല്ലെങ്കിലും ജീവിക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ജീവിക്കാം എന്നുള്ളതും മറ്റൊരു. അതായത് പണം എത്രത്തോളം നേടിയെടുക്കാൻ കഴിയുന്നോ അത്രത്തോളം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ മണി മേക്കിംഗ് എന്നുള്ളത് നമ്മളുടെ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ബേസ് ചെയ്തിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ചിലർക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ വളരെ കുറവാണ്, പരിമിതമാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം പണത്തിൻ്റെ ആവശ്യകതയും അത്രേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ വലിയ രീതിയിൽ പണം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാവില്ല, അതിനായിട്ട് ശ്രമിക്കുകയില്ല. ഇനി ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ നടക്കുകയില്ല. കാരണം നമ്മളുടെ ആവശ്യബോധങ്ങൾക്കനുസരിച്ചിരിക്കും പണം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നമ്മളുടെ ഉണ്ടാവില്ല. അപ്പോൾ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച്, സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ള കൂടെയാണ് പണം ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. നിയമാനുസൃതമായിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഏറ്റവും മികച്ച മേഖലകളിൽ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ലീഗലായിട്ട് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മേഖലകൾ, ശരിക്കും ലോകത്തിലെ ഒരു ടോപ്പ് 5 ഇൻഡസ്ട്രീസ് മേഖലകൾ എടുത്താൽ അതിലൊന്ന് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം ടോപ്പ് 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഒരു ടെക്നോളജി അതിനകത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെക്നോളജി ലോകത്തിലെ ഏറ്റവും മികച്ച മേഖലകളിലൊന്നാണ്, പണം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളിലൊന്നാണ് ടെക്നോളജി. പിന്നീട് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ തന്നെ മെഷീനറീസ്, ചില മെഷീനറീസ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻഷുറൻസ്, MLM എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ വലിയ മേഖലകളുണ്ട്. ആരോഗ്യം, അതായത് ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറയുന്ന മേഖലകൾ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകളിലാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച മേഖലകളിലൊന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ലീഗലായിട്ടുള്ള നിയമാനുസൃതമായിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന പണം പക്കാ ലീഗലാണ്, നമ്മളതിനെ ഭയക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഈ പണം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഒരു രീതിയിലുള്ള കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലില്ല. നമ്മൾ പക്കാ ലീഗലായിട്ടുള്ളൊരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ മറ്റൊരു മേഖലയെ അപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിന് മറ്റൊരു പ്രത്യേകത, നേരത്തെ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ്, എല്ലാവർക്കും ഒരേപോലെ അവസരം ഇല്ല അവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവസരം ഇല്ല എന്ന് പറയാൻ കാരണം അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജിയിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരേ അവസരം. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മേഖലയിൽ വലിയ രീതിയിൽ, ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ടോപ്പ് പണക്കാരിലെടുത്താണെങ്കിൽ അതിൽ ഏകദേശം ഒരു 70% ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ആൾക്കാരാണ് ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്രയും സാധ്യത ഉണ്ടെന്ന് ഓർത്തിട്ട് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് അത്ര എളുപ്പമൊന്നുമില്ല. കാരണം എനിക്ക് ടെക്നോളജി അത്രയ്ക്ക് വഴങ്ങിയില്ല, മാത്രമല്ല അതിനെപ്പറ്റി കാര്യമായിട്ട് അറിവോ കാഴ്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയിൽ സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവർക്കും ഒരേ അവസരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് മേഖലയാണോ ഗ്രോ ചെയ്യാൻ സാധ്യത എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള കമ്പനികളിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റും ചെയ്യാനുള്ള അവസരം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ടെക്നോളജി ഇനി കുറച്ച് കാലത്തേക്ക് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ടെക്നോളജി, ഹെൽത്ത് സെക്ടർ, ഫിനാൻസ്, ഈ സെഗ്മെൻറ്റുകൾ എപ്പോഴും ഇനി കുറച്ച് കാലത്തേക്ക് വലിയ രീതിയിൽ വളരാൻ സാധ്യതയുള്ള മേഖലകളാണ്. ടെക്നോളജി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ വെൽനെസ് മേഖല, അതുപോലെ തന്നെ ഫിനാൻസ്, ഈ മേഖലകൾ വലിയ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ
ഈ മേഖലകളിൽ ഒരു കമ്പനി തുടങ്ങുക അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുക അല്ലെങ്കിൽ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരാളെ സംബന്ധിച്ചോളം എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഈ മേഖലകളിലുള്ള കമ്പനികളിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മേഖലകളുടെ ഗ്രോത്ത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ എല്ലാവർക്കും ഒരേ അവസരം തരുന്നു, ഒരേ വിലയാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെക്ക് ഒരാളോടും പക്ഷഭേദം കാണിക്കുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ അത് നല്ലൊരു ക്വാളിറ്റിയാണ്, മോശം ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മുത്തൂറ്റ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചോളം മുത്തൂറ്റ് എന്ന കമ്പനി എല്ലാവർക്കും ഒരേ പ്രൈസിന് സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ മറ്റ് പല പ്രൊഡക്റ്റുകളോ സർവീസുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരേ ഫീച്ചേഴ്സുള്ള ഒരേ ബെനിഫിറ്റ്സ് ഉള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പല വില. അപ്പോൾ പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറയുമായിരിക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയില്ല. എല്ലാവർക്കും ഒരേ വിലയാണ്, ഒരേ അവസരം എന്നുള്ള പോലെ തന്നെ ഒരേ വില. അതുപോലെ തന്നെ എല്ലാവരുടെ മുമ്പിലും ഗ്രോത്ത് ആണെങ്കിലും ഡീഗ്രോത്ത് ആണെങ്കിലും, അത് വളർച്ചയാണെങ്കിലും തളർച്ചയാണെങ്കിലും ഒരേപോലെയാണ് വരുന്നത്. ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസ് എല്ലാവരുടെ മുമ്പിലും ഒരേപോലെ വില കയറ്റിറക്കങ്ങളും മൂവ്മെൻറ്റും ഒരേപോലെ വരുന്നു. അതേപോലെ ഒരേപോലെ നിയമങ്ങളും സാധ്യതകളും സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മേഖലയാണ് എന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങളും സാധ്യതകളും ആണ് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളും മറ്റൊന്ന്. അതുപോലെ ആരോടും പക്ഷഭേദം കാണിക്കുന്നില്ല. അതുപോലെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഒരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ആ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും മറ്റ് മേഖലകളെ അപേക്ഷിച്ച് താരതമ്യേന കുറച്ചും കൂടി എളുപ്പമാണ്. മറ്റ് മേഖലകളെ അപേക്ഷിച്ച് താരതമ്യേന കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി എവിടെ വാങ്ങണം എവിടെ വിൽക്കണം എന്നുള്ള തീരുമാനം മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ കയ്യിലുള്ളത്. നേരത്തെ പറഞ്ഞ എനിക്കൊരു ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം, ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഏതൊക്കെയാണ് പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ളത്, അതിലേതിലാണ് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതേതാണ് കുറച്ചും കൂടെ നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ എനിക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷൻസിലേക്കാണെന്ന് മനസ്സിലാക്കി എവിടെ വാങ്ങണം എവിടെ വിൽക്കണം ഈ രണ്ട് ജോലികൾ മാത്രമേ നമ്മളുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൂ. പറഞ്ഞു വന്നത് ഏറ്റവും മികച്ച മേഖലകളിലൊന്ന് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച മേഖലകളിലൊന്ന്. ഒരേ അവസരം, ഒരേ വില, ഒരേ കയറ്റിറക്ക സാധ്യത, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അപ്പോൾ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല എവിടെയാണെങ്കിലും ശരി നല്ല രീതിയിൽ പണം ഉണ്ടാക്കണമെങ്കിൽ, വലിയ രീതിയിൽ പണം ഉണ്ടാക്കണമെങ്കിൽ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത, ഇവിടെ ഏറ്റവും അധികം ആളുകൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി എടുത്ത നിമിഷം, അതിപ്പോൾ ട്രേഡിങ്ങിലാവട്ടെ ഇൻവെസ്റ്റ്മെൻറ്റിലാവട്ടെ, എൻട്രി എടുത്ത ആ നിമിഷം മുതൽ നമുക്കുള്ള ലാഭനഷ്ടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത ഉള്ളത്. മറ്റ് ബിസിനസ്സുകളിലൊന്നും അധികം ഇത് കാണാൻ പറ്റില്ല. എൻട്രി എടുത്ത ആ നിമിഷം, സ്റ്റോക്കിലാവട്ടെ ഇൻഡെക്സിലാവട്ടെ ഏതിനുമാവട്ടെ, എൻട്രി എടുത്ത ആ നിമിഷം മുതൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. അത് മറ്റ് ബിസിനസ്സുകളിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റ് മേഖലകളിൽ അധികം കാണാൻ പറ്റില്ല. ഈ ലാഭനഷ്ടങ്ങളെ കൺമുമ്പിൽ മിന്നിമറയുന്ന, കയറി ഇറങ്ങുന്ന, ഈ കൺമുമ്പിൽ മിന്നിമറയുന്ന ഈ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ശേഷി, ആ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ശേഷിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഭാവി നിശ്ചയിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് നേടുകയാണെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് നേടുന്നതെന്നും, ലോസ് ആണ് വരുന്നെങ്കിൽ എത്രത്തോളം ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കാലം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മണി മൈൻഡ് സെറ്റ്, ലാഭനഷ്ടങ്ങൾ പണത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. മറ്റ് ബെനിഫിറ്റുകളായിട്ടൊന്നല്ല നമുക്ക് കാണുന്നത്. ചില കാര്യങ്ങളിൽ നമുക്ക് ലാഭനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഹെൽത്ത് കെയർ അല്ലെങ്കിൽ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ ലാഭം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ശരീരമാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ എൻ്റെ ഒരു സൊസൈറ്റിയിലുള്ള ഒരു സ്റ്റാറ്റസ് ആയിരിക്കാം എൻ്റെ ലാഭം എന്ന് പറയുന്നത്. നഷ്ടവും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആയിരിക്കും ചില സ്ഥലങ്ങളിൽ. ഇവിടെ
സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാഭനഷ്ടങ്ങൾ പണമാണ്. പണം ബേസ് ചെയ്തിട്ടുള്ള ലാഭനഷ്ടങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. അപ്പോൾ ഈ പണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും വലിയ രീതിയിലേക്കുള്ളൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റൂ. അതിന് നമുക്ക് മണി മൈൻഡ് സെറ്റ് കൂടിയേ തീരൂ. മണി മൈൻഡ് സെറ്റ്, കാരണം മണി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു ശേഷി നമുക്കാറുള്ളൂ. കാരണം മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് മൈൻഡ് സെറ്റ് നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും മുൻകാല അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെ നമ്മളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമാണ് മനസ്സെന്ന് പറയുന്നത്, മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു അവയവോ അല്ലെങ്കിൽ മറ്റൊരു സാധനമോ നമുക്കില്ല. നമ്മളുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമാണ്, നമ്മുടെ ആക്ഷൻസിൻ്റെ ആ ഒരു ശൈലിയുമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമാണ് ശരിക്കും മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പണവുമായിട്ട് ബന്ധപ്പെട്ട ചിന്താരീതികളും കാഴ്ചപ്പാടുകളും. നേരത്തെ പറഞ്ഞു, ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മനസ്സിൻ്റെ ശേഷിയാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ കരിയർ അല്ലെങ്കിൽ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് കണ്ടു. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എത്ര ലോസ് വരെ നമുക്കാകാമെന്നും ഈ ലോസ് മതി എന്നുള്ള നമ്മുടെ ഡിസിഷനും അതെല്ലാം ഈ ലാഭനഷ്ടങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി, അതിൻ്റെ വില താഴേക്ക് വരുമ്പോൾ 90 രൂപയ്ക്ക് വിൽക്കണം എന്നുള്ള എൻ്റെ ഡിസിഷൻ ആ 10 രൂപ റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ള എൻ്റെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. അതായത് ചില ഒരാളെ സംബന്ധിച്ചോളം അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പറ്റില്ലായിരിക്കും, അതിനുള്ള മൈൻഡ് സെറ്റ് അവർക്കില്ലായിരിക്കും. അവരെ സംബന്ധിച്ചോളം അവരൊരു 95 രൂപ 100 രൂപയ്ക്ക് വാങ്ങി 95 രൂപയ്ക്ക് താഴെ വന്നാൽ എക്സിറ്റ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് മുൻകാല അനുഭവങ്ങളിലൂടെയും നമ്മളുടെ മണി മേക്കിംഗ് സ്കില്ലിനെയും അതുപോലെ തന്നെ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് മണി മൈൻഡ് സെറ്റ് നമ്മളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് മുൻകാലം നമുക്കറിയാം, ചെറുപ്പത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന കാലത്തൊന്നും പണം നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല, അറിയില്ല, ഇതെന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. അതിനുശേഷം പോകെ അതായത് നമുക്ക് തിരിച്ചറിവുകൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം നമ്മൾ ജോലിയിലൂടെ ബിസിനസ്സിലൂടെ സമ്പാദിക്കാൻ തുടങ്ങുമ്പോഴാണ് മിക്കപ്പോഴും അതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതിനു മുമ്പേ നമ്മൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ ആശ്രിതത്വത്തിൽ ജീവിക്കുമ്പോൾ, കാരണം അതെല്ലാവരും അങ്ങനെ തന്നെയാണ്, ജനിച്ച് വളർന്ന കാലം മുതൽ നമ്മൾ ആരെങ്കിലൊക്കെ ആശ്രയിച്ച്, മാതാപിതാക്കളെ സഹോദരങ്ങളെ ആരെങ്കിലൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട ചെലവിന് വേണ്ട പണം നൽകുന്നത് പല രീതിയിൽ, ഇപ്പം നമ്മുടെ പോക്കറ്റ് മണി ആവാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട വസ്തുക്കൾ വാങ്ങി തന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഏതും നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തുന്നതിനുള്ള പണം ചെലവഴിക്കുന്നത് നമ്മളുടെ പേരൻസോ അതല്ലെങ്കിൽ നമ്മുടെ ഗാർഡിയൻസോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് മണിയുടെ വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ വാല്യൂ എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. എന്നാൽ സ്വന്തമായിട്ട് പണം ഈ ജോലിയിലൂടെ ബിസിനസ്സിലൂടെ പണം നേടാൻ തുടങ്ങുമ്പോൾ, ആ പണം ചെലവഴിച്ച് തുടങ്ങുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ പണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളുടെ എഫേർട്ട് ഇല്ലാതെ നമുക്കുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മറ്റാരുടെയോ കയ്യിൽ നിന്നും കിട്ടുന്നൊരു വസ്തുവാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സംബന്ധിച്ചോളം ഒന്ന് ചിന്തിച്ച് നോക്കുക. ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പണം നേടാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റുകളൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു വസ്തു അത് എവിടുന്നോ അല്ലെങ്കിൽ മറ്റാരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആനന്ദം തരുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നൊരു വസ്തുവാണ് പണം. എന്നാൽ നമ്മളുടെ എഫേർട്ട് അനുസരിച്ച് പണം നേടാൻ തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഇതിനോടുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുന്നു. കാരണം എനിക്കൊരു മാസം ജീവിക്കണമെങ്കിൽ, എനിക്കും എൻ്റെ ഫാമിലിക്കും മാസം ജീവിക്കണമെങ്കിൽ മാസം ഒരു 10,000 രൂപ വേണമെന്ന് സങ്കല്പിക്കുക. ഇതെനിക്ക് നേടാൻ കഴിയുന്നില്ല എങ്കിൽ, 10,000 രൂപ എനിക്കൊരു മാസം നേടാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിത ചെലവുകൾക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു, ബുദ്ധിമുട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പണവുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാട് വളരെ ഞെരുങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. കാരണം പണം കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ചെലവഴിക്കാൻ ഞാൻ വളരെയധികം
ബുദ്ധിമുട്ടും എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച്, കാരണം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത, ആ ചിന്തയും കാഴ്ചപ്പാടും മൈൻഡിലേക്ക് വരികയും അതിലൂടെ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ എനിക്ക് ജീവിക്കാൻ, എനിക്കും ഫാമിലിക്കും ജീവിക്കാൻ മാസം 10,000 രൂപയാണ് ആവശ്യം എന്നിരിക്കട്ടെ, എനിക്ക് മാസം ഒരു 50,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മൈൻഡ് സെറ്റും ചിന്താരീതികളും കാഴ്ചപ്പാടുകളും വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യത്തിലുള്ളതിൽ കൂടുതൽ പണം എനിക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ എനിക്ക് പണമുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ ലാവിഷായിട്ട്, കുറച്ചും കൂടെ സമൃദ്ധമായിട്ട് ചിന്തിച്ചു തുടങ്ങും. കുറച്ചും കൂടെ മെച്ചപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ, കുറച്ചും കൂടെ മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനൊക്കെ ഞാൻ ശ്രമിക്കും. ചിന്തിക്കുക, 10,000 രൂപ ആവശ്യമുള്ള ഒരാൾക്ക് അതിൽ കുറഞ്ഞൊരു പണമാണ് ഒരു മാസം സമ്പാദിക്കാൻ പറ്റുന്നെങ്കിൽ, നേടാൻ പറ്റുന്നെങ്കിൽ, അവരെ സംബന്ധിച്ചോളം പണവുമായിട്ടുള്ള ബന്ധപ്പെട്ട മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരല്പം ബുദ്ധിമുട്ട് നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ, അതല്ലെങ്കിൽ നമുക്ക് ചെലവഴിക്കാൻ മനസ്സ് എതിർക്കുന്ന, അല്ലെങ്കിൽ ചെലവഴിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. പക്ഷേ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം ഞാൻ നേടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പണവുമായിട്ട് നമ്മളുടെ മുൻകാലങ്ങളുടെ അനുഭവങ്ങളിലൂടെയും ചിന്താരീതികളിലൂടെയും ഒക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ചിന്താരീതികളും കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് വരെയുള്ള എൻ്റെ ഇപ്പം 7 മണി കഴിഞ്ഞ് 7:30 ആവറാമോ, ഇന്ന് വരെയുള്ള പണവുമായിട്ട് ബന്ധപ്പെട്ട ചിന്താരീതികളും കാഴ്ചപ്പാടുകളും എൻ്റെ ഇനി അങ്ങോട്ടുള്ള ലൈഫിനെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങോട്ടുള്ള ലൈഫിനെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതേ അവസ്ഥയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും ഇതേ അവസ്ഥയിലൂടെ തന്നെയായിരിക്കും പോകുന്നത്. കാരണം ഇതിനപ്പുറത്തേക്കുള്ള ഒരു മണി മേക്കിംഗ് അഥവാ ഏണിങ്സ് അഥവാ പണം നേടാനുള്ള ഒരു ശേഷി ഞാൻ ആർജിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് ചെലവഴിക്കുന്നതിനുള്ള ശേഷിയും അല്ലെങ്കിൽ ചെലവഴിക്കാനുള്ള ആവശ്യങ്ങളും കുറവായിരിക്കും. ആവശ്യങ്ങളുണ്ടെങ്കിൽ പോലും ചെലവഴിക്കാൻ പറ്റില്ല, കാരണം പണം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ പണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മണി മേക്കിംഗ് സ്കിൽ അഥവാ പണം നേടാനുള്ള കഴിവ് ഞാൻ ആർജിക്കുകയും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം നേടാൻ ഞാൻ ശ്രമിക്കുകയും അതിലൂടെ പണം നേടാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള മൈൻഡ് സെറ്റ് ചേഞ്ച് ആവും. അതായത് മണി മൈൻഡ് സെറ്റ് ചേഞ്ച് ആവണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് മണി മേക്കിംഗ് സ്കില്ല് വർദ്ധിക്കുകയാണ്. പണം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും അതിലൂടെ പണം നിരന്തരമായിട്ട് ആർജിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് മണി മൈൻഡ് സെറ്റ് നമുക്ക് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ പണത്തിനോടുള്ള ഇമോഷണലിയുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു സമീപനം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് പണം എന്താണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കറിയാം, പണത്തിൻ്റെ ആദ്യകാല രൂപങ്ങളിലേക്ക് പോവുക. അതായത് പണം എന്ന് പറയുന്നത് ഇപ്പോഴും അതെ അന്നും അതെ, പണത്തിൻ്റെ പല രൂപങ്ങളിലാണെങ്കിൽ ശരി, അന്നും അതെ ഇപ്പോഴും അതെ, പണം എന്നുള്ളത് മനുഷ്യൻ്റെ ക്രയവിക്രയങ്ങൾ, അതായത് ആവശ്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം, നമ്മുടെ കൈവശമുള്ളൊരു സാധനം കൊടുക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു സാധനം വാങ്ങാനും ഉള്ള ക്രയവിക്രയം, കൊടുക്കൽ വാങ്ങലുകളെ എളുപ്പത്തിലാക്കാനും ഈസിയാക്കാനും ഏകീകരിക്കാനും അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മൂല്യം കൊണ്ടുവന്ന് ഏകീകരിക്കാനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ടൂളാണ്, ഒരു വസ്തുവാണ് പണം എന്ന് പറയുന്നത്. പണ്ട് കാലം മുതലേ, അതായത് ഇപ്പം നമ്മൾ കാണുന്ന രൂപം മാത്രമല്ല, ആദ്യ കാലങ്ങളിൽ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഇത് വസ്തുക്കളായിരുന്നു. നമ്മുടെ കൈവശം തേങ്ങയുള്ളത് നമുക്കറിയാം, ബാർട്ടർ സമ്പ്രദായം. അപ്പോൾ ഇതിന് വലിയ ബുദ്ധിമുട്ടായി. കാരണം എൻ്റെ കയ്യിൽ തേങ്ങയാണുള്ളത്, എനിക്ക് പാലാണ് വേണ്ടതെങ്കിൽ പാല് കൊടുക്കുന്ന ആൾക്ക്, പാലുള്ള ആളുടെ അടുത്ത് ഞാൻ തേങ്ങയുമായിട്ട് ചെല്ലണം. അപ്പോൾ അദ്ദേഹത്തിന് തേങ്ങയല്ല മറ്റ് നെല്ലോ അല്ലെങ്കിൽ അരിയാണ് വേണ്ടതെങ്കിൽ അപ്പോൾ ഞാൻ ഈ തേങ്ങയുമായിട്ട് പോയി തേങ്ങ ആവശ്യമുള്ള ഒരാളെ കണ്ടെത്തുകയും പകരം നെല്ല് അല്ലെങ്കിൽ അരി തരാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രവൃത്തി എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. അപ്പോൾ അത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടും ഏകീകരിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ രൂപം മാറി. അതായത് പിന്നീട് നമുക്ക് കണ്ടിട്ടുള്ള പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോലെ തന്നെ സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള എന്നുള്ള പോലെ തന്നെ ലോഹരൂപത്തിലുള്ള മൂല്യം കൂടുതലുള്ള വസ്തുക്കളിലേക്ക് മാറി. കുറച്ചും കൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം, കൊണ്ട് നടക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പറ്റുന്ന സ്വർണം, വെള്ളി, ചെമ്പ് പോലത്തെ ലോഹരൂപത്തിലേക്ക് അത് മാറി. അപ്പോൾ
കുറച്ചധികം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, കാരണം ഇപ്പോൾ കുറച്ചധികം സ്വർണ്ണമോ വെള്ളിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്ക് കുറച്ചധികം മൂല്യമുള്ള വസ്തുവോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഇത് കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായി മാറി. അതായത് കുറേ അധികം വെയിറ്റുള്ള ഈ സാധനം കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ എളുപ്പത്തിലാക്കാൻ വേണ്ടി പിന്നീട് അത് ഈ കറൻസി രൂപത്തിലേക്കൊക്കെ മാറുന്നു. ഇപ്പോൾ കാണുന്ന കോയിൻസ് അതുപോലത്തെ കറൻസി രൂപത്തിലേക്ക് മാറി. അപ്പോൾ അന്നുള്ള നാണയത്തിനേക്കാൾ, സ്വർണ്ണം, ചെമ്പ്, പിച്ചള ഇതുപോലത്തെ നാണയത്തിനേക്കാൾ കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ, കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളൊരു വസ്തുവായിട്ട് അത് ഈ കറൻസികൾ, ഈ നോട്ട് രൂപത്തിൽ പേപ്പർ കറൻസികളായിട്ട് മാറി. പേപ്പർ കറൻസികളായിട്ട് മാറിയപ്പോൾ ഈ ലോഹ രൂപത്തിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള വസ്തുവായി. അപ്പോൾ നമ്മൾക്ക് ഒരു കാലഘട്ടത്തിൽ പേപ്പർ കറൻസിയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഒരു സൂട്ട് കേസ് നിറച്ച് പണവുമായിട്ട് നടക്കുന്ന, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ സിനിമയിലും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത് കുറേ കറൻസി. അപ്പോൾ പിന്നീട് മനുഷ്യൻ മടിയനായി മാറുന്നു, ഇത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. ഈ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ട് ഇവർ വീണ്ടും ഇതിൻ്റെ രൂപം മാറ്റുന്നു. കുറച്ചും കൂടെ ഏകീകരണ സ്വഭാവമുള്ളതും അതുപോലെ കുറച്ചും കൂടെ ഈസി ആക്കുന്നതുമായപ്പോൾ പിന്നീട് മൂല്യം കൂടിയ കറൻസികൾ, 100 രൂപ, 500 രൂപ, 1000 രൂപ, 2000 രൂപ, ഇങ്ങനെ മൂല്യമുള്ള കറൻസികളിലേക്കും പിന്നീട് പതുക്കെ ഡിജിറ്റൽ രൂപത്തിലേക്ക്, കറൻസി എന്നുള്ളൊരു വസ്തു കാണാനില്ലാത്ത രൂപത്തിലേക്ക് ഇപ്പോൾ വന്നു. അതായത് വളരെ കുറച്ച് കറൻസികൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 10-30 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ രൂപഭാവം എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഡിജിറ്റൽ, ഇപ്പോൾ നമ്മളൊരു മൊബൈലോ ലാപ്ടോപ്പോ അങ്ങനത്തെ ഏതെങ്കിലും ഡിജിറ്റൽ രൂപത്തിലേക്കായിരിക്കും ഇപ്പോൾ നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പണം എന്നുള്ള വസ്തു നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. വസ്തു ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക. അതായത് പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്ത ഒരു വസ്തുവാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഡിജിറ്റൽ രൂപത്തിൽ നമ്മളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഒക്കെ ഉള്ള ഒരു ഡിജിറ്റൽ രൂപത്തിലേക്കുള്ള അക്കങ്ങൾ മാത്രമായിട്ട് കാണുക. ഇതിനൊരു വസ്തുവായിട്ട് കാണാൻ പറ്റില്ല. ഇതൊന്നുമില്ലാത്തൊരു വസ്തുവിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ വാങ്ങുമ്പോൾ മിക്കവരും ചെയ്യുന്നത് ഫോൺ എടുക്കുന്നു, ഗൂഗിൾ പേ വഴി പൈസ കൊടുക്കുന്നു. പണം കൈമാറ്റം എന്നുള്ളത് പോലും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇല്ലാത്തൊരു വസ്തുവായി മാറി, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ചിലപ്പോൾ ഒരു 10, 20, 30 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഈ പണം ഏത് രൂപത്തിലായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വളരെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ ലോഹ രൂപത്തിൽ ഒരു 10, 100, 150 വർഷം മുമ്പ് വരെ നമ്മളിപ്പോൾ ഇത് ലോഹ രൂപത്തിലുള്ള സ്വർണ്ണ നാണയം, വെള്ളി നാണയമുള്ള രൂപത്തിലായിരുന്നു ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് വെറും 100, 150 വർഷം മുമ്പുള്ള ജനങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതൊരിക്കലും കാണാൻ കഴിയാത്ത രൂപത്തിൽ, ഇന്നത്തെ ഗൂഗിൾ പേ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിജിറ്റൽ രൂപത്തിലേക്ക് വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ട്. നമ്മളും ഒരിക്കലും ചിന്തിക്കില്ല ഒരു 30, 50 അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിയുമ്പോൾ ഈ പണം എന്നുള്ള വസ്തു എങ്ങനെയായി മാറുമെന്നുള്ളത്. അപ്പോൾ പണം എന്നുള്ളത് ഒരു പരിധി വരെ നമ്മളെ സംബന്ധിച്ചുള്ള, ഒരു പരിധി വരെ എന്നുള്ള യാഥാർത്ഥ്യതാണ്, കൈകാര്യം ചെയ്യാനുള്ളൊരു വസ്തു മാത്രമാണ്. നമ്മളുടെ മൂല്യമുള്ള എഫേർട്ട്, പ്രൊഡക്റ്റോ സർവീസോ ആയിട്ടുള്ളൊരു എഫേർട്ട് നമ്മൾ നൽകുമ്പോൾ അതിന് എത്രയാണോ മൂല്യം അത് ഒരു ഡിജിറ്റൽ രൂപത്തിൽ ഇപ്പോൾ നമ്മളിലേക്ക് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതല്ലാത്ത മറ്റേതെങ്കിലും പരുവത്തിലേക്കായി മാറും. അപ്പോൾ പണം എന്നുള്ളത് സത്യത്തിൽ അതൊരു വസ്തുവല്ല. വസ്തുവാണെങ്കിൽ പോലും ആ വസ്തുവിന് രൂപമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കഴിവാണ് പണമായിട്ട് നമ്മളിലേക്ക് വരുന്നത്. നമ്മളുടെ കഴിവ്, അതായത് പണം നേടിയെടുക്കാൻ എന്നിൽ എന്ത് സ്കില്ലുണ്ടോ അതാണ് എൻ്റെ പണം അല്ലെങ്കിൽ എൻ്റെ സമ്പത്തായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പണം എന്നുള്ള നശിച്ചു പോകുന്ന, അതല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്ന, കാണാതെയായി പോകുന്ന വസ്തു എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളുടെ സ്കില്ലാണ് പണം എന്നുള്ളത്. സത്യമാണ്, സ്കിൽ. നമ്മളുടെ സ്കില്ലാണ് പണം. അപ്പോൾ പണം നഷ്ടപ്പെടുമെന്നുള്ള ഭയം നിങ്ങൾക്ക് സ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായി മാറേണ്ടിയിരിക്കുന്നു. സ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുന്ന അപൂർവം സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മണി നമ്മളിലേക്ക് കൂടുതൽ അളവിൽ വന്നുകൊണ്ടിരിക്കും, പണം കൂടുതൽ അളവിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ സംബന്ധിച്ചോളം നിങ്ങളിപ്പോൾ ഏത് രൂപത്തിലാണോ മണി മേക്കിംഗ് ചെയ്യുന്നത്, പണം ഉണ്ടാക്കുന്നത് എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണോ ആ പ്രവൃത്തിയിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളിലേക്കുള്ള പണത്തിൻ്റെ വരവും വർദ്ധിച്ചു കൊണ്ടിരിക്കും.
പണം എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ നമ്മളിലുള്ള സ്കില്ലാണ്. അതല്ലാതെ ഇത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം വെറുതെയാണ് സത്യത്തിൽ. കാരണം സ്കില്ലുള്ളിടത്തോളം കാലം വീണ്ടും വീണ്ടും മേക്ക് ചെയ്യാൻ പറ്റും, പണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്കിൽ എന്ന് നഷ്ടപ്പെടുന്നു, നമ്മളിലുള്ള കോൺഫിഡൻസ് എന്ന് നഷ്ടപ്പെടുന്നു, അന്നാണ് പണം എന്നുള്ള വസ്തു നമ്മളിൽ ഇല്ലാതെയാവുന്നത്. നമ്മളുടെ ബാങ്ക് ബാലൻസ് നഷ്ടപ്പെടുമ്പോഴല്ല, നമ്മളുടെ കൈവശമുള്ള പണം നഷ്ടപ്പെടുമ്പോഴല്ല, ശരിക്കും നമ്മുടെ സ്കില്ല് നഷ്ടപ്പെടുമ്പോഴാണ് പണം എന്നുള്ള വസ്തു നമ്മളിൽ നിന്ന് ഇല്ലാതെയാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് മണി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഏറ്റവും അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ളതോ കറൻസി രൂപത്തിലുള്ളതോ ഒന്നും അല്ല, നമ്മളുടെ സ്കില്ലാണ്. ഇത് ഏൺ ചെയ്യാനുള്ള നമ്മുടെ സ്കില്ല്. അപ്പോൾ ഈ സ്കില്ലിനെ വളർത്തിയെടുക്കാം. അതായത് നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മണി മേക്കിംഗ് സ്കില്ല് വളർത്തിയെടുക്കുക. അപ്പോൾ ഈ മണി മേക്കിംഗ് സ്കില്ലിനോടൊപ്പം തന്നെ മണി മൈൻഡ് സെറ്റും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. മണി മൈൻഡ് സെറ്റ്, കാരണം മണി മൈൻഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ ആ വസ്തു ഇല്ലെങ്കിൽ പോലും ഇത് നമുക്ക് ഡിജിറ്റൽ രൂപത്തിലാണെങ്കിലും നമ്മളിലേക്ക് വരുന്നു, നമ്മൾ കൈകാര്യം ചെയ്യുന്നു, നമ്മൾ സൂക്ഷിക്കുന്നു, നമ്മൾ നൽകുന്നു. ഈ 3 സാഹചര്യത്തിലൂടെയാണ് പണം നമ്മളിലേക്ക് വരുന്നത്, നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പണം ഞാൻ സ്വീകരിക്കുന്നു, സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സ്കിൽ ഞാൻ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നൽകുന്നു. എൻ്റെ സ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നൽകുമ്പോൾ അവരെത്രത്തോളമാണോ മൂല്യം കൽപ്പിക്കുന്നത് അത്രയും പണം എനിക്ക് നൽകുന്നു. അപ്പോൾ ഈ പണം ഏത് രൂപത്തിലാവട്ടെ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബാർട്ടർ സമ്പ്രദായ രൂപത്തിലാവട്ടെ, അല്ലെങ്കിൽ ഈ സ്വർണ്ണം വെള്ളി പോലത്തെ ലോഹ രൂപത്തിലാവട്ടെ, കറൻസി രൂപത്തിലാവട്ടെ, ഡിജിറ്റൽ രൂപത്തിലാവട്ടെ, ഏത് രൂപത്തിലാണെങ്കിലും ശരി സ്വീകരിക്കുന്നു. അതായത് എൻ്റെ സ്കിൽ ഞാൻ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നൽകിക്കൊണ്ട് അതിനുള്ള പ്രതിഫലം എന്നുള്ള രീതിയിൽ ഞാൻ പണം സ്വീകരിക്കുന്നു. ഒന്നാമത്തെ സാഹചര്യം. രണ്ടാമത്തത്, എൻ്റെ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും രൂപത്തിൽ സൂക്ഷിക്കുന്നു. നമ്മൾ കണ്ട പോലെ തന്നെ ഷെയറുകൾ വാങ്ങിയിട്ടാവാം, ലാൻഡ് വാങ്ങിയിട്ടാവാം, ബിൽഡിംഗ് വാങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ എന്നിൽ തന്നെ എൻ്റെ കഴിവ് വളർത്താൻ വേണ്ടി ഞാൻ പല പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എന്നെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആകാം. ഇതും സൂക്ഷിക്കലാണ്. എൻ്റെ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഞാൻ മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ ഉപയോഗിക്കുന്നു. ഇതാണ് പണം സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തത്, എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ഈ പണം ഏത് രൂപത്തിലെങ്കിലും ഞാൻ നൽകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിന്നുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വേണം അകത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ടിക്കറ്റ് എടുപ്പിച്ചിട്ട് വേണം പോയിരുന്നു. കാലക്രമേണ ആ രൂപം മാറി നമുക്ക് ബുക്ക് ചെയ്യാവുന്ന കണ്ടീഷനിലെത്തി. ബുക്ക് ചെയ്യുന്നു, നമ്മളുടെ സീറ്റ് ബുക്ക് ചെയ്യുന്നു, പല രീതിയിലേക്ക് റിസർവ് ചെയ്തിരിക്കുന്നു. റിസർവ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു കൗണ്ടറിൽ ചെന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ റിസർവേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർ പണം സ്വീകരിച്ചുകൊണ്ട് ആ റിസർവേഷൻ ടിക്കറ്റ് തരുന്നു. പിന്നീട് കാലക്രമേണ നമുക്ക് ഇപ്പോഴൊക്കെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഉൾപ്പെടെ നമ്മൾ മൊബൈലിലൂടെ നടത്തുന്നു. ആ സിനിമ കാണാനുള്ള ആ ഒരു ടിക്കറ്റ് നമ്മളുടെ മൊബൈൽ തന്നെ ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ രൂപം മാറുന്നുണ്ടെങ്കിൽ പോലും ചെലവഴിക്കുക എന്നുള്ള പ്രക്രിയ, എൻ്റെ ആവശ്യം നേടിയെടുക്കാനായിട്ട് പണം ചെലവഴിക്കുക എന്നുള്ള പ്രക്രിയ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ പണം കൈകാര്യം ചെയ്യുന്നത് മൂന്ന് പ്രക്രിയകളിലൂടെ, രീതികളിലൂടെയാണ്. ഒന്നാമത്തത്, പണം സ്വീകരിക്കുന്നു. എൻ്റെ സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ എന്നിലുള്ള എന്തോ ഒരു ശേഷി മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നൽകിക്കൊണ്ട് അവരെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വീകരണത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ റിസീവ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പണം എനിക്ക് നൽകുന്നു. ആ പണം ഞാൻ എൻ്റെ കഴിവ് നൽകിക്കൊണ്ട് പണം സ്വീകരിക്കുന്നു. ഏത് രൂപത്തിലോ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി പണം സൂക്ഷിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നൽകിക്കൊണ്ട് ഞാനൊരാവശ്യം, അതിപ്പോൾ എന്തുമാകും, പ്രൊഡക്റ്റാകും, സർവീസാകും, എന്തുമാകാം, ഞാനതിനെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ 3 രീതിയിൽ പണം സൂക്ഷിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും നൽകുമ്പോഴും നമ്മളെ സംബന്ധിച്ചോളം മൈൻഡ് സെറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ്. മൈൻഡ് സെറ്റ് ഹാപ്പിനെസ് മൂഡ് ക്രിയേറ്റ് ചെയ്യണം. അത് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ആഹ്ലാദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും, ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടു കൂടിയും ഈ 3 സാഹചര്യത്തിലും നമ്മളുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. പണം സ്വീകരിക്കുമ്പോൾ എൻ്റെ എന്തോ ഒരു സർവീസ് അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു സ്കിൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു എനർജി നൽകിക്കൊണ്ട് അവരതിനുള്ള പണം തരുമ്പോൾ അത് ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഹാപ്പിനെസ്സോടുകൂടിയും അത് സ്വീകരിക്കുക. പണം സ്വീകരിക്കുമ്പോൾ സന്തോഷവും ആത്മാർത്ഥതയും ഹാപ്പിനെസ്സും ഉണ്ടെന്നുള്ള പ്രത്യേകത ഇത് ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ സാഹചര്യം ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മൈൻഡ് സെറ്റ് പ്രവർത്തിച്ചോളും. അതായത് നമുക്കറിയാം മൈൻഡ് സെറ്റ് 2 ഉണ്ട്.
എന്താ ഉപബോധ മനസ്സും അവബോധ മനസ്സും എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. അപ്പോൾ കോൺഷ്യസ് മൈൻഡിന് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട്, അതായത് നമ്മൾ ഒരു കംഫർട്ടിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് വേണ്ട സാഹചര്യങ്ങൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യും. അതായത് പണം സ്വീകരിക്കുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പണം സ്വീകരിക്കുമ്പോൾ എനിക്കൊരു ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. എന്നാൽ പണം സ്വീകരിക്കുമ്പോൾ ഞാൻ വിഷമത്തോടുകൂടി, ബുദ്ധിമുട്ടോടുകൂടി, നിരാശയോടുകൂടി, വെറുപ്പോടുകൂടി, ദേഷ്യത്തോടു കൂടിയാണ് പണം സ്വീകരിക്കുന്നതെങ്കിൽ ഇത് എൻ്റെ കംഫർട്ട്സിനെ, അതായത് എൻ്റെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒട്ടും താല്പര്യമുള്ള ഇമോഷൻസ് അല്ല ഈ പറഞ്ഞതൊന്നും. അതുകൊണ്ട് തന്നെ പണം സ്വീകരിക്കുമ്പോൾ ഞാൻ ദേഷ്യത്തോടു കൂടി, സങ്കടത്തോടു കൂടി, അല്ലെങ്കിൽ അതിനെ ഒരു വെറുപ്പോടു കൂടി, ബുദ്ധിമുട്ടോടു കൂടിയൊക്കെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതെനിക്ക് താല്പര്യമില്ലാത്ത കേസാണെന്ന് മനസ്സിലാക്കി എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സാധനത്തിനെ റിജക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സാധനം റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കി കളയും പതുക്കെ. അതായത് പണം സ്വീകരിക്കുമ്പോൾ ഞാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, എനിക്ക് ഒരു ബാഡ് ഇമോഷൻസ് ആണ് എനിക്ക് വരുന്നെങ്കിൽ ആ ബാഡ് ഇമോഷൻസിനെ ഒഴിവാക്കാനായിട്ട് പണം സ്വീകരിക്കുക എന്നുള്ള പ്രക്രിയ എന്നിൽ നിന്നും ഒഴിവാക്കി തരാൻ എൻ്റെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പണം സ്വീകരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും ഹാപ്പിനെസ്സോടുകൂടിയും ഇനിയും വേണമെന്നുള്ള ഒരു ചിന്താരീതിയോടുകൂടിയും പണം സ്വീകരിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇനിയും അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പണം സ്വീകരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടിയും ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ ഹാപ്പിനെസ്സോടുകൂടിയും സ്വീകരിക്കുക. രണ്ടാമത്, പണം സൂക്ഷിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലാകാം, ലിക്വിഡ് ക്യാഷ് രൂപത്തിലാവാം, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ പോലും അതൊരു പണം സൂക്ഷിക്കുക ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി പണം കരുതി വയ്ക്കുമ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ടും ഹാപ്പിനെസ്സോടു കൂടിയും കൈകാര്യം ചെയ്യുക. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ഇനിയും സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ചിന്തിക്കുക, ആവശ്യങ്ങൾ ചെലവഴിക്കാനുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള പൈസയാണ് മിക്ക സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ സർപ്ലസ് മണി വന്നെങ്കിൽ മാത്രമേ സൂക്ഷിക്കാനുള്ള പണം നമ്മളിലുണ്ടാവും. സ്വാഭാവികമായിട്ടും സൂക്ഷിക്കുമ്പോൾ നമ്മളുടെ ഹോർമോൺ അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഹാപ്പി ആയിട്ടിരിക്കാൻ, ഹാപ്പിനെസ്സോട് കൂടി ഇരിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിയുമ്പോൾ ഈ ഒരു ഹാപ്പിനെസ് റീക്രിയേറ്റ് ചെയ്യാൻ, വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വീണ്ടും പണം സർപ്ലസ് വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ പണം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നൽകുന്നത് നമ്മളുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തോ നമുക്ക് കിട്ടുന്നു, അതെന്തുമാവട്ടെ, ഏത് രീതിയിലുള്ളതാവട്ടെ, അതെന്തോ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പണം നമ്മൾ നൽകുന്നത്. വെറുതെ പണം നമ്മൾ നൽകാറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനത്തിന് സംഭാവനയായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അത് നമ്മൾ ആ ഒരു ആവശ്യം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ശരി, പണം കൊടുക്കുമ്പോൾ നമ്മൾ സംബന്ധിച്ചോളം സന്തോഷമായിട്ട് കൊടുത്താൽ ഇനിയും കൊടുക്കാനുള്ള പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളത് നിരാശയോടുകൂടി, നേരത്തെ പറഞ്ഞ അതേ ഒരു നെഗറ്റീവ് ഇമോഷൻസോട് കൂടിയാണ് നമ്മൾ പണം നൽകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പണം നൽകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ നിന്നും ഇല്ലാതെയാവുകയും സാഹചര്യം ഇല്ലാതെയാവും. പണം നൽകാനില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അത്തരം ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, പണം സ്വീകരിക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും നൽകുമ്പോഴും സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ടും ഹാപ്പിനെസ്സോടു കൂടിയും ഈ പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കുന്നത് ഈ പ്രോസസ്സ് ഇനിയും നടക്കണമെന്നാണ്. അപ്പോൾ ഇനിയും നടക്കണമെങ്കിൽ എനിക്ക് വീണ്ടും തുടർച്ചയായിട്ട് പണം വന്നുകൊണ്ടിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടു കൂടി പണത്തിനെ കൈകാര്യം ചെയ്യാൻ ശീലിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പണത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മൈൻഡിലുള്ള സ്ഥാനം, പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ആഗ്രഹിക്കാനും പഠിക്കുക. അതായത് പണത്തിന് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വസ്തു മാത്രമേ നമ്മളിലേക്ക് വേണമെന്ന് നമുക്ക് തോന്നുള്ളൂ, നമ്മളിലേക്ക് വരാനുള്ള ശ്രമം നമ്മൾ നടത്തുള്ളൂ. ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ മാത്രം, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അവരെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരോടുള്ള സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഇതേപോലെ തന്നെ പണത്തിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും
ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇത് എന്നിലേക്ക് കൂടുതൽ കൂടുതൽ വരാനുള്ള എല്ലാ ആക്ഷൻസും പ്രവർത്തനങ്ങളും മൈൻഡ് സെറ്റും ഞാൻ ആർജിച്ച് ഞാൻ അതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ അതിനെ സ്നേഹിക്കുന്നില്ല, പണത്തിന് ഞാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ ഇഷ്ടപ്പെടാത്തൊരു സാധനം, ആഗ്രഹിക്കാത്തൊരു സാധനം എന്നോടൊപ്പം നിൽക്കാൻ ഞാൻ ഒട്ടും കംഫർട്ടായിരിക്കില്ല. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുള്ളൂ. ഉദാഹരണത്തിന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനേ ഞാൻ ശ്രമിക്കുള്ളൂ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. താല്പര്യമില്ലാത്തൊരു പ്രവൃത്തി നമ്മൾ ഏർപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഇൻ കേസ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിവാവാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ഇത് തന്നെയാണ് പണം. പണത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചില്ല എങ്കിൽ, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല എങ്കിൽ ഈ സാധനം നമ്മളിലേക്ക് എത്തില്ല. എത്താനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും നമ്മളതിൽ ഒഴിഞ്ഞു മാറി നമ്മളങ്ങ് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതലത് ചെയ്യുക. കാരണം പണം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, മറ്റുള്ളവരുടെ അല്ല നമ്മുടെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം പണത്തിനെ. അതുപോലെ അവഗണിക്കരുത്. എന്തിനെയാണോ അവഗണിക്കുന്നത്, ഉദാഹരണത്തിന് എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ഇതിന് ഞാൻ റെസ്പെക്റ്റോട് കൂടി അതിനെ കെയർഫുള്ളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതെനിക്ക് കുറേയും കൂടെ ലൈഫ് കിട്ടും. അതായത് കുറേ കാലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ കെയർലെസ് ആയിട്ട് അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു സംശയം വേണ്ട, അധികം ലൈഫ് ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഇത് എൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോകും, ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ എന്തൊരു വസ്തുവാണെങ്കിലും, ലാപ്ടോപ്പ് ആവട്ടെ, മൊബൈലാവട്ടെ, എൻ്റെ ഡ്രസ്സാവട്ടെ, എന്തുമാവട്ടെ, ഞാനതിനെ റെസ്പെക്റ്റോട് കൂടി അതല്ലെങ്കിൽ അവഗണിക്കാതെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കൂടുതൽ കാലം നിലനിൽക്കും. പണവും അതുപോലെ തന്നെ റെസ്പെക്റ്റോട് കൂടി അവഗണിക്കാതെയാണ് പണത്തിനെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ, ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അത് ദീർഘകാലം എന്നോടൊപ്പം നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതല്ല, റെസ്പെക്റ്റ് ഇല്ലാതെ അവഗണിച്ചുകൊണ്ടാണ് ഞാൻ പണത്തിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്നിൽ നിന്നും അകന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പണത്തിനോട് സത്യസന്ധത എന്ന് പറയുമ്പോഴേക്ക് എപ്പോഴും നമ്മളുടെ മനസാക്ഷിക്ക് നിരക്കാതെ, അതായത് ഇപ്പോൾ നമ്മളുടെ മൈൻഡിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ പണം എന്നിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെ എന്നിലേക്ക് പണം വന്നു നിൽക്കുക. ആ സമയം മുതൽ ആ പണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. അതായത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാത്ത ഇമോഷൻസ്, ഇതിനാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് ആയിരിക്കും എന്നിലേക്ക് വരിക. അപ്പോൾ സത്യസന്ധത പുലർത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റിന്, എൻ്റെ ചിന്താരീതികൾക്ക് നിരക്കാത്ത രീതിയിൽ പണം എന്നിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് മനസ്സിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എൻ്റെ ലൈഫിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഓഫീസിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തും. അതുമാത്രമല്ല, അത് പിന്നീട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നിൽക്കുന്നിടത്തോളം കാലം. അതേപോലെ പണത്തിനോട് സത്യസന്ധത പുലർത്തുക. പണത്തിനെ ഭയത്തോടെയും ആശങ്കയോടെയും കാണാതിരിക്കുക. ഇവിടെ വലിയൊരു കാര്യമുണ്ട്. വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പണത്തിൻ്റെ അളവ് കൂടുന്തോറും അത് സ്വീകരിക്കാനുള്ള മൈൻഡ് സെറ്റിൻ്റെ, മനസ്സിൻ്റെ ശേഷി ഇല്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ വരും. ഇപ്പോൾ എപ്പോഴും പറയാം, നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ, എനിക്ക് ഒരു 1000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എനിക്ക് പെട്ടെന്ന് കഴിയും. 1000 രൂപ ഇത് 10,000 ആണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടില്ലാതെ പോകും. ഇതിൻ്റെ അളവ് വളരും തോറും, അതായത് 10 കോടി രൂപ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു സാധാരണ ആളുകൾ ഭയക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 10 കോടി രൂപ ഞാൻ എത്ര കാലം പണിയെടുത്താലാണ് അത്രയും പൈസ ഉണ്ടാവുക. അതുപോലെ തന്നെ പണത്തിൻ്റെ അളവ് വർദ്ധിക്കും തോറും ഭയം വരുന്ന ഒരു ചിന്താരീതി മാറ്റിയെടുക്കണം. ഈ ഭയം എന്നുള്ളത് പണത്തിനോടുള്ളൊരു ഭയം, അളവ് കൂടുന്തോറും പണത്തിനോടുള്ള ഭയം എന്നുള്ളത് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട, പണം അളവിൽ കവിഞ്ഞ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. കാരണം ഭയമുള്ള ഒരു സാധനത്തിനോടൊപ്പം നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് പാമ്പിനെ അല്ലെങ്കിൽ പട്ടിയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ഒരു വന്യമൃഗത്തിന് എനിക്ക് ഭയമാണെങ്കിൽ അതിൻ്റെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യം വന്നാൽ പോലും ഞാൻ ജീവിക്കാൻ ശ്രമിക്കില്ല. കാരണം എനിക്ക് പേടിയാണ് അതിനോടൊപ്പം ജീവിക്കാൻ. ഇതേപോലെയാണ് പണത്തിനോടുള്ള ഭയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം കണക്ട് ചെയ്ത് പോവുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പണം എന്നുള്ളത് എൻ്റെ കഴിവനുസരിച്ച്, എൻ്റെ സ്കില്ലനുസരിച്ച്, ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്ന സാധനങ്ങൾക്കനുസരിച്ച്, സാധനമോ സേവനമാവട്ടെ,
അതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം മാത്രമാണ് പണം എന്നുള്ളത്. അപ്പോൾ പണം നഷ്ടപ്പെടുക എന്നുള്ളതല്ല, നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പണം നേടുകയോ നഷ്ടപ്പെടുകയോ എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. നമ്മളുടെ കൈവശമുള്ള സ്കില്ല് അല്ലെങ്കിൽ കഴിവ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിനവരൊരു മൂല്യം കൽപ്പിക്കുന്നു, അതനുസരിച്ചുള്ള പണം എന്നിലേക്ക് വരുന്നു. അതുപോലെ മറ്റൊരാളുടെ കഴിവിനനുസരിച്ച്, മറ്റൊരാളുടെ ഒരു ഇതിനനുസരിച്ച് അവരുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ എടുക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ളൊരു മൂല്യം ഞാൻ പണമായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൈകാര്യം ചെയ്യാനുള്ളൊരു വസ്തു മാത്രമാണ് പണം. ഈ പണം കൈകാര്യം ചെയ്യാൻ നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കണം. അതിനേക്കാൾ ഉപരി ഇതൊരിക്കലും നമ്മളെ മെൻ്റൽ ഇമോഷൻസ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് മാറരുത്. അതായത് പണം എന്നുള്ളത് ടൂൾ എന്നുള്ളതിനേക്കാൾ അപ്പുറം, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ, നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ എടുക്കുന്ന ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എന്തെങ്കിലും ആട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തു മാത്രമാണ് പണം. ഇതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണലി കണ്ടു കഴിഞ്ഞാൽ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ ചിന്തിക്കുക, മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അടുത്തൊരെണ്ണം വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കും. അതല്ലാതെ ആ മൊബൈൽ പോയല്ലോ എന്ന് വിഷമിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ നേടണമെങ്കിൽ മൊബൈൽ വേണം എന്നുള്ളത് കൊണ്ട് മറ്റൊരു മൊബൈൽ വാങ്ങാനുള്ള ശ്രമം നിങ്ങൾ നടത്തും. ഇതേപോലെയാണ് പണം. പണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ഉപകരണം. അത് മാത്രമായിട്ടാണ് മനുഷ്യൻ അതിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് അതിനപ്പുറത്തേക്കുള്ളൊരു ഇമോഷനിലേക്ക് അത് കൊണ്ടുവന്നത്. കാരണം നമ്മൾ ആദ്യകാലം മുതൽ ചിന്തിക്കുക, ബാർട്ടർ സമ്പ്രദായം മുതൽ ആ ലോഹ നാണയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുതലുള്ള കാലം മുതലുള്ള ശ്രദ്ധിച്ചാൽ മതി. കൈകാര്യം ചെയ്യാനുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു വസ്തുവായിട്ട് മാത്രമാണ് പണത്തിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൻ്റെ രൂപം പോലും ഇല്ലാത്തൊരു സാധനമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, പണം എന്ന് പറയുന്നത് നമ്മളുടെ സ്കില്ലാണ് അല്ലെങ്കിൽ നമ്മളുടെ കഴിവാണ്. ഈ കഴിവ് എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം പണം നമ്മളിലേക്ക് വരും. ഈ പണം എന്നുള്ളത് ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് വെക്കാനുള്ളൊരു വസ്തുവല്ല. അത് ആവശ്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് നൽകിയേ പറ്റൂ. എനിക്ക് മറ്റൊരാളുടെ പ്രൊഡക്റ്റോ സർവീസോ വേണമെങ്കിൽ, ആ സാധനം, ആ ഒരു ആവശ്യം എനിക്ക് നടപ്പാക്കണമെങ്കിൽ അവർക്ക് ഞാൻ പകരമായിട്ട് എൻ്റെ എഫേർട്ട് അനുസരിച്ച് ഞാൻ ഏൺ ചെയ്തിരിക്കുന്ന പണം നൽകിയേ പറ്റൂ. കൈമാറ്റം ചെയ്യാനുള്ളൊരു വസ്തു, ഇതിനപ്പുറത്തേക്ക് പണത്തിനെ കാണാതിരിക്കുക. കണ്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളതിനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊണ്ട് നടക്കരുത്. കാരണം കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി മാറും. അതുപോലെ തന്നെ പലപ്പോഴും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ പല മടിയും വരാറുണ്ട്. ഡിസ്കൗണ്ടുകൾ, സൗജന്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മണി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഏൺ ചെയ്യാനുള്ള എബിലിറ്റിയാണ് അത് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 10,000 രൂപ വിലയുള്ളൊരു സാധനം ഞാൻ അവിടെ ചെന്നിട്ട് 8,000 രൂപ കിട്ടുമോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 10,000 രൂപ കൊടുത്ത് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാനുള്ള ഒരു എബിലിറ്റി, ഒരു ശേഷി എനിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഡിസ്കൗണ്ടുകൾക്കും സൗജന്യങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ എബിലിറ്റി തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് മറ്റാരുടെയും മുമ്പിലല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്. എൻ്റെ മൈൻഡ് സെറ്റിൽ തന്നെ, നമ്മൾ നേരത്തെ കണ്ട സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇതൊന്നും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയല്ല. അതായത് ഇപ്പോൾ 10,000 രൂപ വിലയുള്ളൊരു സാധനത്തിന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതൊരു 8,000 രൂപയ്ക്ക് കിട്ടുമോ എന്ന് ഞാൻ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ജോലിയല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക, അതല്ലെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 8,000 രൂപയ്ക്ക് ഞാനത് ഡിസ്കൗണ്ട് പ്രൈസിൽ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നു. അതായത് അപ്പോൾ അതിനുള്ള എബിലിറ്റി, 10,000 രൂപ കൊടുത്ത് വാങ്ങാനുള്ള എബിലിറ്റി ഇല്ലേ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് വരുന്നു. അപ്പോൾ സൗജന്യങ്ങളും ഡിസ്കൗണ്ടുകളും നമ്മൾ ആഗ്രഹിക്കരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ശ്രമിക്കാതിരിക്കുക. എന്നാൽ ലഭിച്ചാൽ വാങ്ങാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വരുന്നു. ഇപ്പോൾ എനിക്കൊരു ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, 10,000 രൂപ കൊടുക്കുന്ന വാങ്ങുന്നൊരു മുതൽ. അപ്പോൾ അതിന് നമ്മളവിടെ ചെന്നപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഓഫർ, അവരുടെ കടയുടെ ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഓഫറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫറിലൂടെ അവരായിട്ട് പറയുകയാണ്, ഇപ്പോൾ ഇതിന് 8,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ആഗ്രഹിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അത് അവരുടെ പ്രൊഡക്റ്റിനെ ആ വിലയ്ക്ക് നൽകാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. അത് നമ്മൾ സ്വീകരിക്കാം. അതൊരിക്കലും നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആവില്ല. പക്ഷേ ഒരു വില കാണുകയും നമ്മൾ അതിനേക്കാൾ കുറഞ്ഞ
ആഗ്രഹിക്കുകയും അതിനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഏണിംഗ് എബിലിറ്റിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുക. അതോടൊപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, പണം നമ്മുടെ ലോകത്തിലേക്ക് ചുറ്റും നോക്കി അറിയാൻ പറ്റും. പണം എന്നുള്ളത് ആരുടെയും കുത്തകയല്ല. എബിലിറ്റി ഉള്ളവരെ, സ്കില്ലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് സെറ്റ് ഉള്ളവരിലേക്ക്, അതായത് നേരത്തെ എത്രയൊക്കെ സ്കില്ലുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചിന്തിച്ചു, പണത്തിനെ ഇഷ്ടമല്ല, പണത്തിനെ സ്നേഹിക്കുന്നില്ല, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ല, പണത്തിനെ അവഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണത്തിന് ഭയമുള്ള ഒരാൾക്ക് എത്ര സ്കില്ലുണ്ടെങ്കിലും ശരി പരിധിക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള പണം പോലും നേടിയെടുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ബേസ് എന്ന് പറയുന്നത് മണി മേക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുകയും മണി മൈൻഡ് സെറ്റ് ആർജിക്കുകയും ചെയ്യുന്നതാണ്. ഇത് രണ്ടുമുള്ള ഒരാൾക്ക് ഈ ലോകത്ത് അൺലിമിറ്റഡ് പണം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. മണി മേക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുകയും മണി മൈൻഡ് സെറ്റ് ആർജിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, പണം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ ലോകത്തുണ്ട്. നേരെ തിരിച്ച് മണി മൈൻഡ് സെറ്റ് നല്ലോണം ഉണ്ട്, പക്ഷേ മണി മേക്കിംഗ് സ്കില്ലില്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ എന്തെങ്കിലും ഒരു കഴിവ് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ മാത്രമേ പണം നമ്മളിലേക്ക് കിട്ടൂ. അതുപോലെ നേരെ തിരിച്ച് മണി മേക്കിംഗ് സ്കില്ലുണ്ട്, മണി മൈൻഡ് സെറ്റ് ഇല്ലെങ്കിലും പണം കിട്ടും, പക്ഷേ അത് കൈകാര്യം ചെയ്യാനോ നിലനിർത്താനോ വർദ്ധിപ്പിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇത് രണ്ടും അനുകൂലമാക്കി എടുക്കണം. മണി മേക്കിംഗ് സ്കിൽ ഏത് മേഖലയിലാണെങ്കിലും ശരി, മണി മേക്കിംഗ് സ്കില്ല് അനുകൂലമാക്കി എടുക്കണം. അതുപോലെ തന്നെ മണി മൈൻഡ് സെറ്റും ആർജിച്ചെടുക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പണമുണ്ടാക്കാനുള്ള അവസരം ഈ ലോകത്ത് ഒരുപാടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോകാം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ളവരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളൊക്കെ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ്. വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് മറ്റൊരർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്നൊരു സാധനമാണ്. അതായത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കിടയിൽ, അതായത് വലിയ ഗോളുകൾ, ഉദാഹരണത്തിന് ഗോളുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി വലിയ ഫിനാൻഷ്യൽ ഗോളുകൾ ഉണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഗോളുകൾക്ക് വേണ്ട ഒരു ഫൗണ്ടേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ നമ്മൾ മണി മേക്കിംഗ് സ്കില്ല് ആർജിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ മാത്രം പോരാ, ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ മണി മേക്കിംഗ് സ്കില്ല് ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു മേഖലയിലൂടെ മണി നമ്മളിലേക്ക് ഏൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. മണി ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ സ്കില്ല് ആർജിക്കണം. സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റേതെങ്കിലും പ്രൊഫഷൻ, അങ്ങനെ ഒന്നിലധികം മേഖലകളിൽ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ കോൺഫിഡൻസിനുള്ള ഒരു കാര്യം അനുകൂലമായിരിക്കും. മണി മൈൻഡ് സെറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കപ്പോഴും ആളുകൾക്ക് ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ കാരണം, വലിയ വളർച്ച ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ എമർജൻസി ഫണ്ടിൻ്റെ അഭാവമാണ്. അതായത് പലപ്പോഴും സാധാരണക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ്. സാധാരണക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ, ഭാവിയിൽ വലിയ വളർച്ചയ്ക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ പോയി എന്ന് വരും. ഇതിനാണ് എമർജൻസി ഫണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസത്തേക്ക് ഉള്ളൊരു എമർജൻസി ഫണ്ട് വേണമെന്നും, ഒരു 3 വർഷത്തെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തകർച്ച ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതായത് മിനിമം 6 മാസത്തെ ഫണ്ട് വേണം. 3 വർഷത്തെ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തകർച്ച ഉണ്ടാവില്ല. പരാജയപ്പെടില്ല എന്നല്ല, തകർച്ച ഉണ്ടാവില്ല. കാരണം എന്താണ് ഈ എമർജൻസി ഫണ്ട്? ഇപ്പോൾ എനിക്ക് ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതെ എൻ്റെയും എന്നെ ആശ്രയിക്കുന്നവരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മാസം 50,000 രൂപ വേണമെന്ന് സങ്കല്പിക്കുക. എല്ലാ ആവശ്യങ്ങളും, അത് ലോൺ അടയ്ക്കുന്നതാവട്ടെ, ഹോസ്പിറ്റൽ കാര്യങ്ങളാവട്ടെ, നമുക്ക് ഡ്രസ്സോ മറ്റോ ഓർണമെൻറ്റ്സോ എടുക്കുന്നതാവട്ടെ, വീട്ടു ചിലവുകളാവട്ടെ, അങ്ങനെ എന്തുമാവട്ടെ, എൻ്റെ എല്ലാ ജീവിത ആവശ്യങ്ങളും എനിക്ക് ടെൻഷൻസ് ഇല്ലാതെ, മറ്റാരെയും ആശ്രയിക്കാതെ എനിക്ക് എൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മാസം 50,000 രൂപ വേണമെന്നിരിക്കട്ടെ. ഇതാണ് എമർജൻസി ഫണ്ട്. അതായത് എൻ്റെ മാസത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ഇൻറ്റു 6, അതായത് 3 ലക്ഷം രൂപയാണ് 6 മാസത്തേക്ക് എനിക്ക് ജീവിത ചെലവുകൾക്ക് വേണ്ടത്.
ഇത് മിനിമം എമർജൻസി ഫണ്ടായിട്ട് പലപ്പോഴായിട്ട് കീപ്പ് ചെയ്യണം. ഒറ്റയടിക്ക് വേണ്ട. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു 50,000 രൂപ വരുമാനമുണ്ട്, അത് തന്നെയാണ് ചിലവ്. 1,000 രൂപ മിച്ചം പിടിക്കുക. ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എത്ര കാലം കൊണ്ടാണോ ഈ 3 ലക്ഷം രൂപ എമർജൻസി ഫണ്ടായെന്ന് അപ്പോൾ എമർജൻസി ഫണ്ടായി എന്ന് വയ്ക്കുക. അതായത് മിനിമം 6 മാസത്തേക്ക് ജോലി ഇല്ലെങ്കിലും, ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും, ബിസിനസ് ഇല്ലെങ്കിലും, ബിസിനസ്സിന് പോകാൻ പറ്റിയില്ലെങ്കിലും ശരി, വീട്ടിലെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടിലാകരുത്. ഇതിനെയാണ് എമർജൻസി ഫണ്ട് കൊണ്ട്. കാരണം ഒന്ന് ചിന്തിക്കുക, 50,000 രൂപ ആവശ്യമുള്ള എന്നെ സംബന്ധിച്ചോളം എമർജൻസി ഫണ്ട് ഇല്ലാന്ന് സങ്കല്പിക്കുക. 2 മാസം എനിക്ക് വരുമാനമില്ലാത്ത സിറ്റുവേഷൻ, അത് പ്രൊഫഷനിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, നാട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാവാം, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് 2 മാസത്തേക്ക് എനിക്ക് വരുമാനം ഇല്ലാത്ത അവസ്ഥയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യും. കാരണം എൻ്റെ മുമ്പിൽ എൻ്റെ ഫാമിലിയുടെ ജീവിത ചെലവുകൾ നടത്തിക്കൊണ്ടു പോകാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ അന്വേഷിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അടുത്ത മാസം, അടുത്ത ദിവസം വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ വേണം, എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എൻ്റെ മൈൻഡിലേക്ക് ഇരിക്കുക. ഒരു കാരണവശാലും എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്താൻ, ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ ബിസിനസ്സിനെ ഒന്ന് കരകയറ്റി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും കരിയർ നോക്കുകയാണെങ്കിൽ ആ കരിയർ അന്വേഷിക്കാനായിട്ട് എനിക്ക് സമയം ചെലവഴിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സമയം മുഴുവൻ അന്നത്തെ ആ സമയങ്ങളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം എവിടുന്ന് ഉണ്ടാക്കാം, ആരുടെ നിന്ന് മേടിക്കാം, ഈ കാര്യങ്ങൾക്കായിരിക്കും ചെലവഴിക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 6 മാസത്തെ എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം സ്ട്രഗിളിംഗ് ഉള്ള സമയത്താണെങ്കിൽ പോലും നമുക്കറിയാം എല്ലാ കാലത്തും ഒരുപോലെ ഉണ്ടാവില്ല. പക്ഷേ ഒരു 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 മാസമൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ മിനിമം 6 മാസത്തേക്ക്. ഇനി 3 വർഷത്തെ ഫണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതായത് 50,000 രൂപ വെച്ചിട്ട് ഇവിടെ സംബന്ധിച്ചോളം ഒരു വർഷത്തിലേക്ക് എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം 5-6 ലക്ഷം രൂപയാണ് ആവശ്യം വരിക. എന്ന് തോന്നുന്നു 50,000 30 6 ലക്ഷം രൂപ ആവശ്യം വരുന്നു. ഇൻറ്റു 3, 6 × 3 18 ലക്ഷം രൂപ എൻ്റെ കൈവശമുണ്ടെങ്കിൽ എനിക്ക് 3 വർഷത്തേക്ക് എന്ത് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും ശരി, എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പൈസ അന്വേഷിക്കേണ്ടി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകണമെങ്കിലും അതിനെയൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താനും അതിന് വേണ്ട സൊല്യൂഷൻസിലേക്ക് കടക്കാനും എനിക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു പ്രോബ്ലത്തിനെയും ഈസി ആയിട്ട് മറികടക്കാൻ എനിക്ക് ഈ എമർജൻസി ഫണ്ട് എന്നെ സഹായിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തെ എമർജൻസി ഫണ്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മിനിമം 3 വർഷത്തെ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം പിന്നീട് നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എത്ര പ്രശ്നങ്ങൾ വന്നാലും ശരി, ഒരിക്കലും നമ്മൾ തകർന്നു പോവില്ല എന്നുള്ളതാണ് 3 വർഷത്തെ എമർജൻസി ഫണ്ടൊക്കെ ഉണ്ടെന്നുള്ള ഗുണം. അതോടൊപ്പം പലപ്പോഴും ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഇല്ലാതിരിക്കാനായിട്ട് ഫാമിലി ഏണിംഗ് മെമ്പേഴ്സ്, കുടുംബത്തിൽ ആരാണോ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ടേം ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും വിചാരിക്കേണ്ട, നമ്മളില്ലാതെയായാൽ, മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒന്നിനാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം, 1 കോടി, 2 കോടി, 3 കോടി, 5 കോടി, 10 കോടി, നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, നമ്മളുടെ ഫാമിലിയുടെ നീഡ്സിനനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് നമ്മൾ കരുതണം. മിനിമം ഒരു ടേം ഇൻഷുറൻസ്. അത് ടേം ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, നമ്മളില്ലാതെ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലിക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ചിന്തിക്കും, ഞാനില്ലാതെ എൻ്റെ കുടുംബത്തിന് പൈസ കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ളത്. ആവശ്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഏണിംഗ് മെമ്പേഴ്സ് എങ്കിൽ നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മളുടെ ആ ഒരു ഇല്ലായ്മ കവർ ചെയ്യണമെങ്കിൽ അവർക്ക് മാസങ്ങളോളം സമയം വേണ്ടി വരും. ആ മാസങ്ങളോളം സമയം എടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ ഈ ടേം ഇൻഷുറൻസ് അവർക്ക് വലിയ രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ലയബിലിറ്റി, എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അതിനെയൊക്കെ കവർ ചെയ്യാൻ ഈ ടേം ഇൻഷുറൻസ് സഹായിക്കും. അപ്പോൾ ടേം ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെച്ചിരിക്കണം. ആ ടേം ഇൻഷുറൻസിൽ എപ്പോഴും ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൽനെസ് ഉറപ്പ് വരുത്തണം. ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൽനെസ്. കാരണം പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ മുഖം തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം,
ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ടേം മാത്രമായിട്ട് എടുക്കും. അതായത് നമ്മൾ മരിച്ചു പോയെങ്കിൽ മാത്രം പണം കിട്ടുന്ന രീതിയിൽ എടുക്കും. അവിടെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൽനെസ്സും കൂടെ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ, നമുക്ക് എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഗുരുതരമായിട്ടുള്ളൊരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ ടേം ഇൻഷുറൻസ് നമുക്ക് കവർ ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാതെ പോയെങ്കിൽ മാത്രമേ ടേം ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ വെച്ച് ഒരു അംഗവൈകല്യം സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് പഴയ പോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു വരാം. ഇതിനൊക്കെ കവർ ചെയ്യാനായിട്ട് നമ്മളില്ലാതെയായാലും നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തേക്കണം. അത് കാരണം ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ മണിയാണ് നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ വർഷത്തിൽ നിസാര പൈസ വരുള്ളൂ. അപ്പോൾ ഈ നിസാര പൈസ നമ്മൾ അടച്ചുകൊണ്ട് വലിയൊരു എമൗണ്ട് നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ലിവറേജ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഇൻ്റലിജൻറ്റ് ഡിസിഷൻ തന്നെയാണ് ഈ ടേം ഇൻഷുറൻസ് വിത്ത് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൽനെസ് കവറേജ് കവർ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. മിക്കവർക്കും ഉണ്ടാവും, ഇല്ലാത്തവർ തീർച്ചയായിട്ടും എടുത്ത് വയ്ക്കേണ്ട കാര്യമാണ്. കാരണം മിക്കപ്പോഴും ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ എത്രയോ ഈ ഫിറ്റ്നസ് സെൻ്ററുകളിൽ മരണങ്ങൾ സംഭവിക്കുന്നു. ഫിറ്റ്നസ് സെൻ്ററുകൾ, കാരണം ഫിറ്റ്നസ് സെൻ്ററുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരോഗ്യം സൂക്ഷിക്കാനും ആരോഗ്യം ഉയർത്താനുള്ള ഒരു ഏരിയസാണ് അല്ലെങ്കിൽ സ്ഥലമാണ് ഫിറ്റ്നസ് സെൻ്റർ. അവിടെ തന്നെ അപകട മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മളുടെ ഈ മണിയെ, നമ്മളുടെ പണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, സാമ്പത്തിക ചെലവുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ഒരു 10 ലക്ഷത്തിൻ്റെ, 20 ലക്ഷത്തിൻ്റെ, 50 ലക്ഷത്തിൻ്റെയൊക്കെ നമ്മുടെ ഫാമിലിക്ക് അനുസരിച്ച് എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുക. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പണമാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ ചിലവഴിക്കുന്നത്. അതുപോലെ ഇവിടെ ആദ്യം കണ്ടത് ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ വൈദഗ്ധ്യം നേടുക എന്നാണ്. അതായത് മണി മേക്കിംഗ് സ്കിൽ ആർജിക്കുക എന്നുള്ളതാണ് ആദ്യം കണ്ടത്. അവസാനം വരുമ്പോൾ അത് ഒന്നിലധികം പാസീവ് ഇൻകം ഓപ്ഷൻസും കൂടെ കണ്ടെത്താൻ പറയുന്നു. ഒന്നിലധികം പാസീവ് ഇൻകം ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പെങ്ങോ ടൈം, മണി, എഫേർട്ട് ചെലവഴിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തുടർച്ചയായിട്ട് വരുമാനം വരുന്നതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. 2 തരം ഇൻകമാണ് പൊതുവേ ഉള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകവും, രണ്ടാമത്തത് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രതിഫലം എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ജോലി ചെയ്യുക, ബിസിനസ് ചെയ്യുക, സെൽഫ് എംപ്ലോയിഡ് ആയിടുക, പ്രൊഫഷൻ നിലനിൽക്കുക, ട്രേഡ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും ട്രേഡിംഗ് ഒക്കെ നമുക്ക് ആക്റ്റീവ് ഇൻകത്തിൻ്റെ ഗുണത്തിലാണ് വരുന്നത്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു IT പ്രൊഫഷണൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇങ്ങനെ ആക്റ്റീവ് ഇൻകം ജോലി ചെയ്തുകൊണ്ട്, ബിസിനസ് ചെയ്തുകൊണ്ട്, പ്രൊഫഷനിൽ ഏർപ്പെട്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നു. ട്രേഡിങ്ങും ഒരു ആക്റ്റീവ് ഇൻകമാണ്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പാസീവ് ഇൻകമാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങോ വീടോ ഒക്കെ പണിതിട്ടുണ്ടോ അതിൽ നിന്ന് റെൻ്റൽ ഇൻകം വരുന്നത് പാസീവ് ഇൻകമാണ്. ഇനി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു റെൻ്റൽ ഇൻകം വരുന്നത്, അല്ലെങ്കിൽ ഒരു പിന്നീട് ഇൻകം വരുന്നത്, അതൊരു പാസീവ് ഇൻകമാണ്. നമ്മളൊരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നേരത്തെ എങ്ങോ ഇട്ട വീഡിയോയുടെ ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത്, അത് പാസീവ് ഇൻകമാണ്. അപ്പോൾ പാസീവ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും മുൻകാല പ്രവർത്തനത്തിൻ്റെ, മുൻകാല എഫേർട്ട് ഫലമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇൻകം വരുന്നതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് ഇൻകം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പല വഴിയിലൂടെ നമുക്ക് ആവശ്യമുള്ള വരുമാനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഈ 7 കാര്യങ്ങൾ, ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ നമുക്ക് വൈദഗ്ധ്യം നേടണം, മണി മേക്കിംഗ് സ്കില്ല് ആർജിക്കണം, മണി മൈൻഡ് സെറ്റ് ആർജിക്കണം, എമർജൻസി ഫണ്ട് മിനിമം 6 മാസത്തെ ഉണ്ടായിരിക്കണം, മാക്സിമം ഒരു 3 വർഷത്തെ എമർജൻസി ഫണ്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം, അതുപോലെ തന്നെ ഫാമിലി ഇൻഷുറൻസ് എടുത്ത്, ഹെൽത്ത്
ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ആ ടേം ഇൻഷുറൻസിൽ ക്രിട്ടിക്കൽ ആൻഡ് ഡിസബിലിറ്റി ഇൽനെസ് കവർ ചെയ്തിരിക്കണം. അതുപോലെ ഒന്നിലധികം പാസീവ് ഇൻകം ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് റിസ്ക് ഉള്ള ഒരു ബിസിനസ് അംഗത്തിനും അല്ലെങ്കിൽ എന്ത് റിസ്ക് ഉള്ള പ്രവൃത്തിയിലും നമുക്ക് ഏർപ്പെടാൻ പറ്റും. കാരണം റിസ്ക് ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയ എനിക്ക് ഒട്ടും പരിചയമില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വലിയ രീതിയിൽ വളർച്ചാ സാധ്യതയുള്ളൊരു മേഖലയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ഞാൻ, മണി മൈൻഡ് സെറ്റ് ആർജിച്ചിരിക്കുന്ന ഞാൻ, എനിക്കൊരു 3 വർഷത്തെ എമർജൻസി ഫണ്ടുണ്ട്, ടേം ഇൻഷുറൻസ് ഞാനില്ലെങ്കിലും എൻ്റെ കുടുംബത്തിന് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് പോകാനുള്ള ടേം ഇൻഷുറൻസ് ഉണ്ടെന്ന് വയ്ക്കുക, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചിട്ടുണ്ട്, എനിക്കോ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കവറേജ് കിട്ടുമെന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ അതൊക്കെ അതിൻ്റെ ടേം ഇൻഷുറൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടുക. പാസീവ് ഇൻകം ഉണ്ട്, ഞാനിപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും റെൻ്റൽ ഇൻകമായിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ ആയിട്ടോ ഒക്കെ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം എനിക്ക് അനുകൂലമാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, എനിക്ക് ധൈര്യമായിട്ട് ടെക്നോളജി സെഗ്മെൻറ്റിലേക്ക് എനിക്ക് കാലുവയ്ക്കാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പരാജയപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും ശരി, എന്നെ സംബന്ധിച്ചോളം എന്നെയും എൻ്റെ ഫാമിലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് എന്നുള്ള രീതിയിലേക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഉള്ളത് കൊണ്ട്, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, ഉണ്ടെന്നല്ല പറയുന്നത്, ഉള്ളത് കൊണ്ട് എനിക്ക് ഏത് സെഗ്മെൻറ്റിൽ എന്ത് പരീക്ഷണങ്ങൾക്കും അല്ലെങ്കിൽ എന്ത് വലിയ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും എനിക്ക് പറ്റും. ഇതൊന്നുമില്ലെങ്കിലാണ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ പലപ്പോഴും മടിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതൊന്നും ഇല്ലായ്മയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ആർജിക്കാനുള്ള ഈ വഴികൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല, ഈ വഴികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം എത്ര ഉയരങ്ങളിലേക്ക് പറക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇതില്ല എങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഭയമായിരിക്കും നമ്മളെ മുന്നിട്ട് നിർത്തുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ആർജിച്ചെടുക്കുക എന്നുള്ളത് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും.